മറുപടി സുരേഷ് ഗോപിയെ അനിലക്കരയുടെ കോൺഗ്രസും കെ.ടി. കുഞ്ഞിക്കണ്ണന്റെ CPM അതിശക്തമായി ആക്രമിക്കുന്നത് സുരേഷ് ഗോപി ജയിക്കും, അല്ലെങ്കിൽ സുരേഷ് ഗോപി അത് സെൻട്രൽ ഫിഗർ ആണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണോ? ഞാൻ രണ്ട് കാര്യം അതിനകത്ത് സൂചിപ്പിക്കാം. ഒന്ന്, ഉല്ലാസ് ബാബു പറഞ്ഞു കൊരട്ടി പള്ളിയിലെ നേർച്ചയുമായി ബന്ധപ്പെട്ട്. അതാണ് സുരേഷ് ഗോപിക്കുള്ള കൃത്യമായ മറുപടി. അത് ഉല്ലാസ് ബാബു പറഞ്ഞാണ് കൃത്യമായ മറുപടി. എന്താണ് കൊരട്ടിപ്പള്ളിയിലെ നേർച്ച? ശ്രീ പ്രതാപൻ എങ്ങനെയാണ് കൊരട്ടിപ്പള്ളിയിൽ പോയത്? ബൈജു വർഗീസ് എന്ന് പറയുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെ മകളുടെ വിവാഹം കൊരട്ടിപ്പള്ളിയിൽ നടക്കുകയാണ്. ചാലക്കുടി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ കൊരട്ടിപ്പള്ളി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ തൃശൂർ പാർലമെന്റിനകത്തല്ല. ആ കൊരട്ടിപ്പള്ളിയുടെ നേർച്ച എന്താണ്? അവിടെ പൂവൻ വാഴക്കുല നേർച്ചയാണ്. പൂവൻ വാഴക്കുല നേർച്ച TN പ്രതാപൻ കൊണ്ടുപോകേണ്ട വാഴക്കുലയല്ല. നമ്മളവിടെ പൈസ അടയ്ക്കുമ്പോൾ ആ പള്ളി നമുക്ക് ഒരു പൂവൻ വാഴക്കുല തരും. ആ വാഴക്കുല അവിടെ നേർച്ചയായി വെക്കുകയാണ്. പ്രതീകാത്മകമായി പള്ളി തന്ന വാഴക്കുലയാണ് നമ്മൾ നേർച്ചയായി വെക്കുന്നത്. അതാണ് ഞാൻ ഈ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞത്. അപ്പൊ ആ പള്ളിക്കറിയാം എത്ര കിലോ വലിപ്പമുള്ള പൂവൻ വാഴക്കുലയാണ് കൊടുത്തത്. അതിന്റെ പണമാണ് പ്രതാപൻ അവിടെ അടച്ചത്. അതാണ് ഞാൻ തൃശ്ശൂരിലെ ഗുരുവായൂർ അമ്പലത്തിലെ തുലാഭാരത്തിന്റെ കാര്യം പറഞ്ഞത്. അത് തന്നെയാണ് തൃശ്ശൂരിലെ ലൂർദ് മാതാവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. കാണിക്കിടുമ്പോൾ അവിടെ നേർച്ചപ്പെട്ടിയുണ്ട്. ആ നേർച്ചപ്പെട്ടിയിൽ ആൾരൂപങ്ങൾ ഇടാറുണ്ട്, സ്വർണ്ണമിടാറുണ്ട്, വളയിടാറുണ്ട്, പണമിടാറുണ്ട്. അതിന്റെ കണക്ക് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊരു പ്രത്യേക സാധനം പ്രത്യേകമായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴിപാടായി നൽകുമ്പോൾ അത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അതിലേക്ക് ഞാൻ അവസാനിപ്പിച്ചൊരു വിഷയമാണ്. പിന്നെ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്നു. സുരേഷ് ഗോപി ഇവിടെ ആദ്യമായി ജയിക്കുന്ന ഒരാളല്ലല്ലോ. രണ്ടാമതും മൂന്നാമതും മത്സരിക്കുന്ന ഒരാളാണ്. ഒന്നാമത് മത്സരിച്ച സമയത്ത് അദ്ദേഹം എത്രാം സ്ഥാനത്താണ് പോയത്? 3-ാം സ്ഥാനത്തല്ലേ പോയത്? തർക്കമുണ്ടാർക്കെങ്കിലും. രണ്ടാമത് മത്സരിച്ചപ്പോൾ അദ്ദേഹം 3-ാം സ്ഥാനത്തല്ലേ പോയത്? തർക്കമുണ്ടാകാൻ ആർക്കെങ്കിലും ആ കാര്യത്തിൽ? ആദ്യം തൃശൂർ പാർലമെന്റിലേക്ക് മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് പോയ സമയത്ത് തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ സുരേഷ് ഗോപി 2-ാം സ്ഥാനത്തായിരുന്നു. അതേ സുരേഷ് ഗോപി വീണ്ടും 2019 കഴിഞ്ഞ് കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുമ്പോൾ 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്ഥാനം കൂടി നഷ്ടപ്പെട്ട് 3-ാം സ്ഥാനത്ത് പോയ സുരേഷ് ഗോപിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ സുരേഷ് ഗോപി ഒരു വലിയ അവതാരമാണ്, വലിയ രാഷ്ട്രീയമായ ഫിഗറാണ്. ഈ തൃശൂർ ജില്ലയിൽ ആളുകൾ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞാലൊന്നും ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ UDFും LDFും തമ്മിലുള്ള മത്സരം നടക്കുന്നു. ആദ്യഘട്ടത്തിൽ സുനിൽകുമാർ വരാതിരുന്ന സാഹചര്യം സമയത്ത് LDFും BJPയും തമ്മിലുള്ള ഒരു മത്സരം എന്ന രീതിയിൽ വന്നു. പിന്നെ ഇപ്പൊ ചിത്രങ്ങൾ മാറി. ഇപ്പൊ K മുരളീധരനും സുനിൽകുമാറും തമ്മിലുള്ള മത്സരം നടക്കുകയാണ്. ഇവിടെ ഒരാൾ ഡാൻസ് കളിച്ച് കോമാളി കളിച്ച് പോകുന്നുണ്ട്. ആരാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്? ഞങ്ങളിപ്പോ സുരേഷ് ഗോപിയെ ഫോളോ ചെയ്യാറില്ല. സമൂഹ മാധ്യമങ്ങളിൽ പോലും ഞങ്ങളുടെ ഹാൻഡിലുകളൊന്നും സുരേഷ് ഗോപിക്കെതിരായോ അനുകൂലമായോ ഒരു പോസ്റ്റും ഇടാറില്ല. ഇത് അടഞ്ഞ അധ്യായമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് തന്നെ ഫിനിഷ് ചെയ്യും. പിന്നെ കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ള കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഞാനും കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഇരിക്കുകയാണല്ലോ. കേരളത്തിൽ ഞങ്ങൾ 2 മുന്നണിയായി മത്സരിക്കുമ്പോഴും ബംഗാളിൽ ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ കേരളത്തിൽ ഒരു സീറ്റിലും BJP ജയിക്കില്ല എന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ 20 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന കാലത്ത് യാതൊരു തർക്കവുമില്ല. ഇത് പറഞ്ഞോളൂ. അത് ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരാളല്ല. ഇവിടെ പറയുന്നത് ആരാണ്? ഇവിടെ വോട്ട് കച്ചവടം നടത്താൻ തീരുമാനിച്ച ആളാണ്. അത് K സുരേന്ദ്രനാണ്. വടകരയിലും തൃശ്ശൂരും വോട്ട് കച്ചവടം നടത്താൻ തീരുമാനിച്ച ഒരാളാണ്. ഉല്ലാസ് ബാബു, നിങ്ങൾക്ക് ആരാണ് വോട്ട് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പൊ കഴിയുമോ? ഞാനും ഉല്ലാസ് ബാബുവും വടക്കാഞ്ചേരി ആലത്തൂർ പാർലമെന്റിൽപ്പെട്ട വോട്ടർമാരാണ്. ആലത്തൂരിലെ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ആരാണെന്ന് പറയാൻ കഴിയുമോ? ആലത്തൂരിലെ സ്ഥാനാർത്ഥി ലേലത്തിൽ വെച്ചിരിക്കുകയാണ് BJP. മറുപടി പറയാൻ പറ്റും. നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്? തൃശ്ശൂരിലടക്കം കേരളത്തിൽ LDF UDF മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വളരെ നേരത്തെ തന്നെ നിങ്ങൾ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആലത്തൂരിൽ പട്ടികജാതി സംവരണ സീറ്റ് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് പറ. നിങ്ങൾ ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ പേര് പറ. ആലത്തൂരിൽ ഉല്ലാസ് ബാബു അടക്കമുള്ള BJPക്കാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നേ. Debate with MV Nikesh Kumar.